ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വ്ളോഗുമായിട്ടാണ്. ഞങ്ങൾ ബേക്കേഴ്സ് എല്ലാവരും കൂടി ഒരു മീറ്റപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോയിലും സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ അന്നത്തെ ദിവസത്തെ രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. അപ്പോൾ മീറ്റപ്പിന് പോണതിൻ്റെ മുന്നായിട്ട് നമുക്ക് 2 കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ചെയ്യണത് ഒരു 2 ടയർ കേക്കാണ്, ബർത്ത്ഡേ കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വന്നിട്ടുള്ളത് 3 kg ആണ്. താഴെ ഭാഗത്തായിട്ട് 9 ഇഞ്ചിലും മുകളിലായിട്ട് 6 ഇഞ്ചിലുമാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറത്തുള്ള ഈ ഒരു കളർ വന്നിട്ടുള്ളത് റൂബി കളർ കുറച്ച് മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് ഡ്രിപ്പ് കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ താഴത്തെ കേക്കിലും ഡ്രിപ്പ് കൊടുക്കുന്നുണ്ട്. മുന്നേ ചെയ്തിട്ടുള്ള സെയിം ഡിസൈനാണ്, കളറിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകൾക്കായിട്ട് ഈ 2 കളറിലുള്ള ബോൾസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ബോൾസാണ്, നമുക്കിത് ഓൺലൈനായിട്ടും അതുപോലെ കേക്കിൻ്റെ ഷോപ്പിലെല്ലാം വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കൊടുത്തിട്ടുള്ള ഡ്രിപ്പ് വാങ്ങിച്ചിട്ടുള്ള ഡ്രിപ്പാണ് കേട്ടോ. അത് ബോട്ടിലായിട്ടാണ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. ഒരു ബോട്ടിലിന് 200 രൂപയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തന്നെ പല ഷെയ്ഡുകൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള ഒരു കോപ്പർ കളറാണ്. പിന്നെ ഇതാ ചെറുതും വലുതുമായിട്ടുള്ള ബോൾസ് ഈ 2 കേക്കിലായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട്, 2 ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ. പിന്നെ ഇനി ബട്ടർഫ്ലൈ ആണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ വേഫറും ബട്ടർഫ്ലൈ ആണ്, എഡിബിളാണ്, കഴിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ ഒരു ബട്ടർഫ്ലൈ കൂടി ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടർഫ്ലൈ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ടൈമൊന്നും ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല കേട്ടോ. അപ്പോൾ അതിങ്ങനെ താഴ്ന്നു പോവും. ഇപ്പോൾ ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടല്ല നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു വേഫർ ബട്ടർഫ്ലൈൻ്റെ മെയിനായിട്ടുള്ള പ്രോബ്ലം ഇതാണ്, ഇതുപോലെ പൊട്ടിപ്പോവും കേട്ടോ നമ്മൾ എടുക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ പൊട്ടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും കേക്കിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ബട്ടർഫ്ലൈ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്ന രീതിയിലായിട്ട് തന്നെ വെച്ച് കൊടുത്താൽ മതി. പൊട്ടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിന് നമ്മളിങ്ങനെ കുറച്ച് ദിവസം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ സ്റ്റിക്കി ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ സ്റ്റിക്കി ആവുന്ന സമയത്ത് അതിനെ ഒന്ന് ഓവണിൽ വെച്ചിട്ട് ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ കഴിയും കേട്ടോ. പിന്നെ ഈ 2 സൈഡിലായിട്ട് ഗോൾഡൻ ലീവ്സും കൂടി കൊടുത്തിട്ടുണ്ട്, ടോപ്പർ വെച്ചിട്ടുണ്ട്, നെയിം മുകളിൽ ഫോണ്ടൻറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡെക്കറേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സ്റ്റാൻഡിലായിട്ടാണ് ഇപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫോട്ടോസ് ഓരോന്നായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കേക്ക് എടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന ടൈമിൽ ഒരു ഫോട്ടോ ഒന്നും ആയിരിക്കില്ലല്ലോ എടുക്കണം, ഒരുപാട് ഫോട്ടോസ് എടുക്കും. അതിലേറ്റവും നല്ല ക്ലാരിറ്റിയും അതുപോലെ ഭംഗിയുള്ള ഫോട്ടോസ് ആയിരിക്കും കസ്റ്റമേഴ്സിന് നമ്മൾ അയച്ചു കൊടുക്കാറ് അല്ലേ. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കും, എല്ലാവരും അതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ക്വയർ കേക്ക് ഉണ്ട് കേട്ടോ. ഇതൊരു 2 kg വൈറ്റ് ഫോറസ്റ്റ് ആണ് ഫ്ലേവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഒരു സിമ്പിളായിട്ടുള്ള അധികം കളറൊന്നും ചേർക്കാത്ത ഒരു കേക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫുൾ വൈറ്റ് ആക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ബ്രഷ് ഡിസൈനാണ് മുകളിലായിട്ട് കൊടുത്തിട്ടുള്ളത്, സൈഡിലായിട്ട് സ്ക്രാപ്പർ വെച്ചിട്ടുള്ള ഡിസൈനുമാണ്. പിന്നെ ഫ്ലവേഴ്സാണ്, ഫ്ലവർ നോസിൽ വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിലായിട്ട് ബ്ലാക്ക് കളറിലായിട്ട് നെയിം കൊടുക്കുകയാണ്. വിപ്പിംഗ് ക്രീമിൽ ബ്ലാക്ക് കളർ ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു 2 kg കേക്ക് ചെയ്തിട്ടുള്ളത് 10 ഇഞ്ച് ബേക്കിംഗ് ടിന്നിലാണ്. അപ്പോൾ 2 kg ചെയ്യുമ്പോൾ 10 ഇഞ്ചാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, റൗണ്ട് ആണെങ്കിലും സ്ക്വയർ ആണെങ്കിലും. അപ്പോൾ ഇതാ ഇത് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്, സിമ്പിളായിട്ടുള്ളൊരു കേക്ക് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം 2 ഒന്നിച്ച് ഡെലിവറി ചെയ്യണേ. അപ്പോൾ ഇതിപ്പോൾ ഒരു 9:30ക്കാണ് ഈ 2 കേക്കും കൊണ്ടുപോകണത്. അപ്പോൾ നമ്മളിപ്പം മീറ്റപ്പിന് പോണത് ഒരു 11:30 ആവണ ടൈമിൽ അവിടെ എത്തണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ വീട്ടിൽ നിന്നൊരു 11:15 ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതിനിടയ്ക്കായിട്ട് നമുക്ക് കുറച്ച് ജോലികളുണ്ട്, വീട് ക്ലീൻ ചെയ്യലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ടയർ കേക്കിൻ്റെ ബോക്സാണ് കേട്ടോ ഇത്. അപ്പോൾ പാക്കിങ് കഴിഞ്ഞു ഡെലിവറി ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ക്ലീനിങ് എല്ലാം ഒന്ന് ചെയ്തു വെക്കുകയാണ് കേട്ടോ. പിന്നെ വീട്ടിൽ ഉമ്മൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവർക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം പോവാൻ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഓരോ വർക്കായിട്ട് ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ഞങ്ങൾ പോവുകയാണ്.
ഈ ഒരു മീറ്റപ്പ് നടക്കുന്നത് തിരൂർ നൂറിലേക്കിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു മീറ്റപ്പിന് കാരണം നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവാൻ കാരണം നമ്മളിപ്പോൾ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എല്ലാ വീട്ടിലും ഒരു ഹോം ബേക്കർ എന്ന് പറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ എല്ലാവരും കേക്ക് ചെയ്യണമല്ലോ. ഒരാൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റാളോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഡൗട്ട് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ മടിയായിരിക്കും. എന്നെക്കാളും വലുതായാലോ അവരെന്നാണ് ചില ആൾക്കാർ ചിന്തിക്കുക. ഡൗട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ചെയ്യണത് അവരതുപോലെ പഠിച്ചാലോ എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ആരും അങ്ങനെ ഡൗട്ട്സ് ഒന്നും ക്ലിയർ ചെയ്ത് കൊടുക്കാറില്ല. സാധാരണ അങ്ങനെയാണ്. നമ്മളും സ്റ്റാർട്ടിങ്ങിലൊക്കെ ഡൗട്ട്സ് ഉണ്ടാകുമ്പോൾ ആരോടെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ആരും അങ്ങനെ പറഞ്ഞു തരാറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ സമയത്ത് നമുക്കൊരു വിഷമം തോന്നാറുണ്ട്. എന്തുകൊണ്ടാണ് പറയാത്തത്, നമ്മളിപ്പോൾ അതൊന്ന് ഒന്നിച്ച് പഠിക്കുമോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും എന്നൊക്കെയാണ് ചിന്തിക്കാറ്. അപ്പോൾ ആ ഒരു വിഷമം നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കുകയാണ് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങുന്നുണ്ട്, ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്നു, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ നൂറിലേക്കിൽ എത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് മുളകളൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു അന്തരീക്ഷം, നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഇപ്പോൾ ഇതാ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വരുന്നവരെല്ലാം അവരുടെ സ്പെഷ്യൽ ഐറ്റംസുമായിട്ടാണ് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഓരോ ഐറ്റംസൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കേക്ക്, അതുപോലെ അവരുടെ നാട്ടിലെ ഓരോ ഐറ്റംസാണ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ചെന്ന സമയത്ത് കുറച്ച് പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ കുറച്ച് ടൈമിനനുസരിച്ച് ഇങ്ങനെ ഓരോരുത്തരായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വരുമ്പം ഞങ്ങൾക്ക് അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. പിന്നെ ഞങ്ങളുടെ ഈ ഒരു മീറ്റപ്പിലേക്ക് വരുന്നവരെ പ്രത്യേകം മനസ്സിലാവും. ഓരോരുത്തർ വരുമ്പോഴും ഒരു കവർ ഉണ്ടായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു ഗ്യാങ്ങിലേക്ക് വരിക എന്ന് മനസ്സിലാവും കേട്ടോ. പിന്നെ ആരും പരസ്പരം കാണാത്തവരാണ് ഒരുപാട് പേരുള്ളത്. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട്. എന്നാലും ഭയങ്കര ഫ്രണ്ട്ഷിപ്പായിരിക്കും. പക്ഷെ അവർ നേരിട്ട് ഇങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. ഒരുപാട് ലോങ്ങിൽ നിന്നൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമ്മളെ നാട്ടിൽ വന്നിട്ടുള്ളതാണ് കണ്ണൂരിൽ നിന്ന് ഒരു ടീമാണ് ഇത് കേട്ടോ. ഇവർ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. അവർ നമ്മുടെ ഈ ഒരു മീറ്റപ്പിന് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ണൂരിൽ നിന്ന് മാത്രമല്ല, തലശ്ശേരി, മഞ്ചേരി, അങ്ങനെ ലോങ് ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത്. നമ്മളെ നാട്ടിലുള്ളവർ ഉണ്ട്, അതുപോലെ തന്നെ പുറത്തുനിന്നുള്ളവരും ഉണ്ട്. പിന്നെ മക്കൾക്കൊക്കെ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള സ്ഥലമാണ്. മീറ്റപ്പിനൊക്കെ അടിപൊളിയായിട്ടുള്ള സ്ഥലം കേട്ടോ. കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ കളിക്കാനും അതുപോലെ റിലാക്സ് ആയിട്ട് മക്കൾക്ക് ഇങ്ങനെ ഓടിക്കളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള സ്ഥലമാണ്. ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ അത്. അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഇതാ ഓരോരുത്തർ വന്ന് ഇപ്പോൾ അത്യാവശ്യം പേരായിട്ടുണ്ട്. ഇനിയും കുറച്ച് പേരും കൂടി വരാനുണ്ട് കേട്ടോ, കുറച്ചുകൂടി. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം ഓരോരുത്തർ കൊണ്ടുവന്നിട്ടുള്ള സ്നാക്സുകൾ കഴിക്കാമെന്ന് വെച്ചു. കാരണം ഈ കണ്ണൂരിൽ നിന്നൊക്കെ വരുന്നവർ തലേ ദിവസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കേട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് കണ്ണൂരിൽ നിന്ന് കൊടുത്തിട്ടുള്ള പാലടയാണ്. ഉള്ളിൽ എന്താ പറയുക, ചിക്കൻ്റെ ഫില്ലിങ്ങൊക്കെ വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഉണ്ണിയപ്പം, അതുപോലെ പുഡിങ് കൊണ്ടുവന്നിട്ടുണ്ട്, മുട്ട സുർക്ക, മുട്ടമാല, പിന്നെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇട്ടാണ്. എല്ലാവരും ഓരോരുത്തരും വരുമ്പോഴും ഓരോ ഐറ്റംസാണ്. ചില ആൾക്കാർ കേക്കുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കേക്കെല്ലാം ലാസ്റ്റ് കട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കേട്ടോ. അവിടെ കൂൾ ചെയ്യാനുള്ള ഫ്രീസറും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ കേക്കെല്ലാം അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ തന്നെ എന്തൊക്കെച്ചാറ്, അതുപോലെ കടല, അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്.
ഇത് ഞങ്ങളെ ഗ്രൂപ്പില് പ്രായം കുറഞ്ഞ ആള്, പിന്നെ ഇവര് കണ്ണൂരിൽ നിന്ന് വന്ന്, പിന്നെ അവിടെ നിങ്ങള് ചങ്ങരംകുളം, പിന്നെ ഇവിടെ പിന്നെ നമ്മളെ നാട്ടുകാരാണ്. ഇവര് കണ്ണൂക്കാരെ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടാ. ഇതിലൊരു അപായട്ട ടീം ഉണ്ടായിരുന്നല്ലോ, അവിടെ. ഇത് നമ്മളെ തലശ്ശേരിക്കാര്. അപ്പോൾ ഓരോരുത്തർ കൊണ്ടുവന്നിട്ടുള്ള സ്നാക്സ് ഐറ്റംസ് എല്ലാം കഴിച്ചു. എല്ലാം നല്ല ടേസ്റ്റി ആയിരുന്നു. അതുപോലെ വെറൈറ്റി ഫ്ലേവേഴ്സ് ആയിരുന്നു കേട്ടോ. നമുക്ക് സാധാരണ നമ്മൾ കഴിക്കണതിൽ നിന്നും വ്യത്യാസമായിട്ടുള്ളായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു. കാരണം ലോങ്ങിൽ നിന്ന് വന്നവർക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ നമ്മൾ എല്ലാം കഴിയണമല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡെല്ലാം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരികയാണ് ചെയ്യുക കേട്ടോ. ഫുഡ് കഴിക്കാനൊക്കെ ഉള്ള സ്ഥലം അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ചെയറും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, ഇഷ്ടമുള്ളിടത്ത് പോയിരുന്നിട്ട് കഴിക്കാം. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. കുറച്ച് ടൈം കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാവരും കൂടി ഒന്ന് ഇരുന്നിട്ട് കുറച്ച് നേരം സംസാരിക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു മീറ്റപ്പിന് മെയിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് പേര് നന്നായിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കണവരൊക്കെ ഉണ്ട് കേട്ടോ. അവർക്കെല്ലാം ഒരു അംഗീകാരം കിട്ടാതെ ഇരിക്കണവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊരു ഓർമ്മ, ഈ ഒരു മീറ്റപ്പിലൊരു ഓർമ്മയും അതുപോലെ തന്നെ നമ്മളുടെ കേക്കിൻ്റെ രീതിയിലൊരു ചെറിയൊരു ഓർമ്മകളൊക്കെ ആയിട്ട് കൊടുക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒരു മൊമെൻറ്റും കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം സർപ്രൈസാണ് കേട്ടോ, അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് പൊളിച്ച് ഇനി ഓരോരുത്തർക്കായിട്ട് മൊമെൻറ്റോ കൊടുക്കുകയാണ്. അപ്പം ഇവരെല്ലാവരും സർപ്രൈസ് ആയിരുന്നു കേട്ടോ. കാരണം ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഒരു പരിപാടി ഉള്ളത് കേട്ടോ. ജസ്റ്റ് കാണുക പിരിയുക അത്രേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു മൊമെൻറ്റും കിട്ടുന്നത് ആരും പ്രതീക്ഷിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. എല്ലാവർക്കും ഒരുപാട് ഹാപ്പി ആയിരുന്നു. പിന്നെ നമ്മുടെ കേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് ലൈഫിൽ ഒരുപാട് പേര് നമ്മളെക്കാളും നന്നായിട്ട് കേക്ക് ചെയ്യണവരുണ്ടായിരിക്കും, ആ ഒരു ഫിനിഷിങ്ങും എല്ലാത്തിലും. എന്നിട്ടും അവർക്കൊരു അംഗീകാരം കിട്ടാത്തവർ ഒരുപാട് പേരുണ്ടാവുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ പേരിലെങ്കിലും ഒരു സർപ്രൈസായിട്ട് എന്തെങ്കിലും ഒരു അംഗീകാരം കൊടുക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളിവിടെ കേക്ക് കട്ട് ചെയ്യുകയാണ്. അപ്പം 4 പേര് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഓരോന്നും ഓരോ ഫ്ലേവറിലായിരുന്നു. അപ്പോൾ എല്ലാ കേക്കും നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. പ്രത്യേകം ആരുടേതൊക്കെയാണെന്നുള്ളത് കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ഒരെണ്ണം ഫോട്ടോ പ്രിൻറ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ബാക്കിയെല്ലാം സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻ ആയിരുന്നു. പിന്നെ എല്ലാവർക്കും ഈ ഒരു ഫംഗ്ഷന് വരാനുള്ളത് കൊണ്ട് തന്നെ കുറച്ചൊരു ബുദ്ധിമുട്ടിയിട്ടായിരിക്കും കേക്ക് ചെയ്തിട്ടുണ്ടാവുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരായിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്യണേ. അങ്ങനെ എല്ലാവരും കേക്കെല്ലാം കട്ട് ചെയ്തിട്ട് കഴിക്കലും എല്ലാം കഴിഞ്ഞിട്ട് ഇനി പോകാനുള്ള പ്ലാനായിരുന്നു കേട്ടോ. ആ ഒരു സമയത്താണ് ഞാൻ ജസ്റ്റ് ആ പാർക്കെല്ലാം ഒന്ന് നടന്ന് കാണാം, പോകാനുള്ളവർക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കണ്ണൂർ ടീമെല്ലാം പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാൻ അവർക്ക് സർപ്രൈസ് കൊടുത്തപ്പോൾ തന്നെ അവർ എനിക്കൊരു സർപ്രൈസായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇവരെല്ലാവരും കൂടിയിട്ട് എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ പെട്ടെന്നാണ് എനിക്കൊരു ഗിഫ്റ്റായിട്ട് വന്നത്. അപ്പോൾ ഞാൻ ആകെ ഷോക്കായി പോയി. അപ്പോൾ അവരുടെ വക എനിക്കൊരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇങ്ങനെ ഒരു ഗിഫ്റ്റായിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ മക്കളെന്ന് പറയണ പോലെ നമ്മളെ കൂടെ നിന്നിട്ടുള്ള അവർ നമുക്കൊരു ഗിഫ്റ്റ് തരുമ്പോൾ അതൊരു പ്രത്യേക സന്തോഷം തന്നെയല്ലേ. അപ്പോൾ അവരുടെ വക എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള വാച്ചാണ് കേട്ടോ. എനിക്ക് വാച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവരെന്നെ കയ്യിൽ കെട്ടി തന്നു. ഞങ്ങളുടെ ഗ്യാങ്ങിൽ ഏറ്റവും ഞങ്ങളുടെയൊക്കെ ഒരു കാരണവരായിട്ടുള്ള താത്തയാണ് കെട്ടി തന്നിട്ടുള്ളത്, സേറാത്ത. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇപ്പോൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ പോകുന്നതിൻ്റെ മുന്നായിട്ടൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാമെന്ന് വെച്ചു. അപ്പോൾ എൻ്റെ ഈ ഒരു ലൈഫിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ ഒരു ദിവസമാണ് ആ ഒരു ദിവസം. പിന്നെ അതുപോലെ തന്നെ എന്നെ എന്താ പറയുക, എൻ്റെ ഈ ഒരു ചാനലും എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുൾ ആണെന്നുള്ളതെല്ലാം മനസ്സിലായ ഒരു ദിവസമാണ് കേട്ടോ ആ ഒരു ദിവസം. അപ്പോൾ ഈ ഒരു കേക്ക് ലൈഫിൽ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവാനും അതുപോലെ തന്നെ ഉപകാരമാവാനും എനിക്ക് പറ്റിയതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരിക. അപ്പോൾ അവർ തന്നിട്ടുള്ള ഗിഫ്റ്റാണിത് കേട്ടോ. ഒരുപാട് സന്തോഷത്തോടു കൂടി ഞാൻ സ്വീകരിച്ചിട്ടുള്ള ഒരു ഗിഫ്റ്റാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഓരോ ഗിഫ്റ്റുകളും, സർപ്രൈസായി കിട്ടുന്ന ഗിഫ്റ്റുകൾ ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയാത്ത ഓർമ്മകളാണല്ലോ അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അന്നത്തെ ദിവസവും ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ഓർമ്മകളും നൽകിയിട്ടാണ് കഴിഞ്ഞു പോയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു മീറ്റപ്പിൻ്റെ കാര്യങ്ങളെല്ലാം സ്റ്റോറി ഇട്ട സമയത്തും സ്റ്റാറ്റസ് വെച്ച സമയത്തും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ സ്റ്റുഡൻസിന് മാത്രമേ ആഡ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയാണ് കേട്ടോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഫോളോ ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കുക, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ പുതിയ പുതിയ കേക്കിൻ്റെ മോഡൽസും ഡെക്കറേഷൻസും എല്ലാം ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഫോളോ ചെയ്താലേ നിങ്ങൾക്ക് അതെല്ലാം കാണാൻ കഴിയുള്ളൂ. അപ്പോൾ എന്തായാലും ഫോളോ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും ഡെക്കറേഷനുകളും എല്ലാം ആയിട്ട് നമുക്ക് കാണാം. താങ്ക്